ജാവേദ് ടെററിസ്റ്റ് മൂവ്മെന്റിൽ ഇൻവോൾവ് ആണെന്നാണോ താങ്കൾ പറഞ്ഞതിന്റെ അർത്ഥം? നോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെയുള്ള ചിന്തകൾ അവനെ ബാധിച്ചിട്ടുണ്ട്, വളരെ ആഴത്തിൽ തന്നെ. ഞാൻ അവനെ കൺവിൻസ് ചെയ്യാൻ ഒരുപാട് ശ്രമിച്ചു, കഴിഞ്ഞില്ല. തന്റെ സ്റ്റാൻഡ് ജസ്റ്റിഫൈ ചെയ്യാനായിരുന്നു അവന് താല്പര്യം. പലപ്പോഴും അവൻ എന്നോട് ക്ഷോഭിച്ചിട്ടുണ്ട്. ക്ഷോഭം ആത്മവിശ്വാസമില്ലായ്മയുടെ ലക്ഷണമാണ്. താൻ പറയുന്നതിനെക്കുറിച്ചും ചെയ്യുന്നതിനെക്കുറിച്ചും അവന് തന്നെ തീർച്ചയില്ലാത്തതുപോലെ. ഇതിനപ്പുറം ഏതെങ്കിലും ഒരു ടെററിസ്റ്റ് അറ്റാക്കിലോ ബോംബ് സ്ഫോടനത്തിലോ പങ്കെടുക്കാൻ മാത്രം ശക്തനായ തീവ്രവാദിയാണോ അവനെന്ന് ചോദിച്ചാൽ എന്റെ ഉത്തരം നെഗറ്റീവായിരിക്കും. അവനതിന് കഴിയില്ല, നിശ്ചയം. ആ വിധത്തിൽ അവനെ സംശയിക്കരുത്. ഐ തിങ്ക് യു ആർ റൈറ്റ് പ്രൊഫസർ. അങ്ങനെ ചിന്തിക്കാനാണ് എനിക്കും ഇഷ്ടം. പക്ഷെ എവിടെയോ ചില മിസ്സിംഗ് ലിങ്ക്സ്. ജാവേദിന്റെ ചിന്തകളിൽ എവിടെയോ അർബുദത്തിനൊരു വിത്ത് വീണിരിക്കുന്നു. മേ ബി അത് കോശങ്ങളിൽ നിന്ന് കോശങ്ങളിലേക്ക് പടരാം. അല്ലെങ്കിൽ ചിന്തയുടെ മറ്റൊരു സൂര്യതാപത്തിൽ നമുക്കതിനെ കരിച്ചു കളയാം. തീവ്രവാദത്തെക്കുറിച്ചൊക്കെ പറഞ്ഞും എഴുതിയും പദം വന്ന താങ്കളോട് ഞാനിതൊന്നും പറയേണ്ടതില്ല. ബട്ട് there are chances. എനിവേ, ഞാനൊരു പെസിമിസ്റ്റാണ് പ്രൊഫസർ. എല്ലാ കാര്യങ്ങളെയും ഞാൻ അല്പം സംശയദൃഷ്ടിയോടെയാണ് നോക്കി കാണുന്നത്. എന്നാലും താങ്കൾ പറഞ്ഞതൊക്കെയും സത്യമാവട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. എൻ്റെ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. നമുക്കിനിയും കാണാം, എവിടെ വെച്ചെങ്കിലും. ഓക്കെ? ഡെഫിനറ്റ്ലി സർ. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു. ഒരുപാട് തവണ മുന്നറിയിപ്പ് കൊടുത്തു നമ്മൾ. ഇവനത് ചെവിക്കൊണ്ടില്ല. പിന്നെയും നമുക്കെതിരെ സ്വന്തം ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുക. മതത്തിന് പുറത്തുള്ള ശത്രുക്കളെക്കാൾ അപകടകാരികളാണ് അകത്തുള്ളവർ. ഫിനിഷ് ചെയ്യും. ഇവന്റെ വിധി നിശ്ചയിക്കാനുള്ള അവസരം ഞാൻ നിനക്ക് തരുന്നു. അവിടെ കിടന്ന് കുട്ടികളെ ഡാൻസും പഠിപ്പിച്ച് പുക വിഴുങ്ങിയും തീർക്കാനുള്ളതല്ല മോളെ നിന്റെ ജീവിതം. അതല്ല ചേച്ചി. പിന്നെ ഞാൻ പറയുന്നത് നീ ഒന്ന് കേട്ടാ മതി. ശരി, ഇതൊക്കെ ഒരു ഭാഗ്യമാടി. അപ്പൊ ചേച്ചിയുടെ അഭിപ്രായം ഞാൻ പോണോന്ന് തന്നെയാ? ചേച്ചിയുടെ എല്ലാ സഹായവും ഉണ്ടാവും നിനക്ക്. എടി ഒരു മിനിറ്റ്. നന്ദേട്ടാ, ഞാൻ റെഡിയാണേ. അമ്മയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നീ തല പുണ്ണാക്കണ്ട. എല്ലാത്തിനും ഒരു വഴി ഉണ്ടാവും. ശരി, ഞാൻ വിളിക്കാം. ഭാവി തിരക്കിന്ന് പറയണേ. ശരി മോളെ. ഓക്കെ. നീതയാ വിളിച്ചത്. അവൾക്ക് ഡൽഹിയിൽ ഭരതനാട്യത്തിന്റെ ഒരു സ്പെഷ്യലൈസേഷൻ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ അവസരം. സ്കോളർഷിപ്പോടെ നല്ല എക്സ്പോഷർ കിട്ടണ കാര്യ. അവള് ഹാപ്പിയാണോ? പിന്നല്ലാതെ. അവളുടെ സന്തോഷം അതല്ലേ വലുത്. ആ കാട്ടുമൂലയിൽ കിടന്ന് നശിച്ചു പോകാതെ രക്ഷപ്പെടട്ടെ അവള്. വലിയ നർത്തകിയായി കഴിയുമ്പോൾ എനിക്കും ഫ്രണ്ട്സിനോടൊക്കെ പറയാലോ എന്റെ അനിയത്തിയാണെന്ന്. പാവം, വീട്ടിലെ കാര്യങ്ങൾ ഓർത്തിട്ടാ. അമ്മയുടെ കാര്യം അതൊക്കെ പരിഹാരമുള്ള കാര്യങ്ങളല്ലേ, നീ ടെൻഷൻ ആവാതെ. ആ ദേവു, മോനെ എടുത്തോ, നേരം കളയണ്ട. പാടാ.
ലോകത്തുള്ള അവിശ്വാസികളെല്ലാം കൊണ്ടെടുക്കണം നീ തന്നെയല്ലടാ പറയാറ്. അതിലൊരുത്തരോട് ചത്തു അതിന് നിനക്കെന്താ? കിട്ടിയേ അനാഥ. நிறைய பேரோட சாவுக்கு நான் சாட்சியாக இருந்திருக்கேன். சில டைம் அதுக்கு காரணம் கூட இருந்திருக்கேன். கொடூரமான கொலைகள். என்னால் இது பொறுத்துக்க முடியல. எனக்கு இது தாங்க முடியல. அபு, இது யார்கிட்டயாவது சொல்ல நினைக்கும் போது ஜிஹாதுங்கிற பெரிய லட்சியம், அந்த மிகப்பெரிய லட்சியம், அதுதான் எனக்கு தடையா இருந்துச்சு. முடியல, தாங்க முடியல. கொல்லல. நான் இதுவரைக்கும் எந்த குழந்தைகளை கொல்லல. சத்தியம். സോ ബ്രില്യൻ്റ് ആൻഡ് എക്സ്പ്ലോഡിങ്. മാരകമായ വിസ്ഫോടന ശേഷിയുള്ള ഒരു അണുബോംബാണിത്. അയച്ചാൽ ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയാത്ത ബ്രഹ്മാസ്ത്രം. താൻ ഈ പ്രപ്പോസൽ വെക്കുമ്പോഴും ഇത് ഇങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. പക്ഷേ ഒരു പ്രശ്നം. എന്താണ് സാർ? തനിക്കറിയാമല്ലോ നമ്മുടെ പരിമിതികൾ, നിസ്സഹായത. ഞാൻ പറയുന്നത് താനതിൻ്റെ ശരിയായ സെൻസിൽ തന്നെ എടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ബിക്കോസ് യു ആർ വെരി ഇൻ്റലിജൻറ്റ്. വലിച്ചു നീട്ടാതെ കാര്യം പറയണം സാർ. ഫ്രാങ്കായിട്ട് പറഞ്ഞാൽ മിസ്റ്റർ ബിലാൽ ജലീൽ നമ്മുടെ പ്രധാന പ്രൊമോട്ടർമാരിൽ ഒരാളാണ്. എന്നാലും അതങ്ങ് പോട്ടേന്ന് വയ്ക്കാം. പക്ഷെ അതല്ല APFൻ്റെ കാര്യം. എതിരാളികളോട് ഒരു ദയയുമില്ലാത്ത കാടന്മാരാ. ചുട്ടുകരിച്ചളയും തന്നെയും എന്നെയൊക്കെ അവർ. ഇത്രയ്ക്ക് ഭീരുവാണോ സാറ്? അതിന് ഞാൻ എന്ത് ചെയ്യണമെന്നാ സാറ് പറഞ്ഞു വരുന്നത്? സിമ്പിൾ. താൻ ഇതൊന്ന് റീഎഡിറ്റ് ചെയ്യണം. മേക്ക് ഇറ്റ് സംതിങ് ഡിഫറെൻറ്റ്. വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കളഞ്ഞ് ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ നമ്മുടെ ന്യൂസ് എഡിറ്ററെ കൂടി കൂട്ടിക്കോ. അയാൾ പറഞ്ഞു തരും അതിൻ്റെ ഒരു സ്ട്രാറ്റജി. വേണ്ട സാർ, അതിന്റെ ആവശ്യമില്ല. അങ്ങനെ അങ്ങ് തോറ്റു കൊടുക്കാനായിരുന്നെങ്കിൽ ഇതുവരെ ജോലി ചെയ്ത ഒരു ചാനലും വിടേണ്ടി വരില്ലായിരുന്നു എനിക്ക്. സാറിനെ വിശ്വസിച്ചതായി എനിക്ക് പറ്റിയ തെറ്റ്. ഇതിന്റെ ഒരു സാധ്യത ഞാൻ മുൻകൂട്ടി കാണണമായിരുന്നു. ജീവൻ പണയം വെച്ച് ഞാൻ ഉണ്ടാക്കിയതായി ഈ തെളിവുകൾ. ഞാൻ പറഞ്ഞത് താൻ തെറ്റിദ്ധരിച്ചു. ഇതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കാത്തത് കൊണ്ടാ താൻ. അറിയാം സാർ, അതിനുള്ള ധൈര്യം ഉള്ളത് കൊണ്ട് തന്നെയാ ഞാൻ ഇതിന് ഇറങ്ങി പുറപ്പെട്ടത്. ഇതിൽ എന്റെ ടാർഗറ്റ് വളരെ ക്ലിയറാ. മതത്തിന്റെ പേരിൽ മനുഷ്യനെ തമ്മിൽ അടുപ്പിച്ച് ചോര കുടിക്കുന്ന ഈ ചെന്നായ്ക്കളുണ്ടല്ലോ, അവരുടെ മുഖം മുടിപ്പിച്ച് ചീന്തണം എനിക്ക്. അവരുടെ യഥാർത്ഥ മുഖം വെളിച്ചത്ത് കൊണ്ടുവരണം എനിക്ക്. മതത്തിനും ദൈവത്തിനും നിരക്കാത്ത പ്രവൃത്തികളാ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ മനസ്സിലാക്കട്ടെ ഇവർ നടത്തുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങളെ പറ്റി. കൂൾ ഡൗൺ സാക്ഷി, കൂൾ ഡൗൺ. താൻ ഈ ക്ഷോഭം നടക്ക്. ഇത് തന്നെയാ തന്റെ തകരാറ്, ഈ എക്സ്ട്രീമിസം. ഞാൻ പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. താനതെങ്കിൽ തന്നേക്ക്, നമുക്ക് വഴിയുണ്ടാക്കാം. നോ സർ, എനിക്ക് വേണ്ട താങ്കളുടെ സഹായം. താങ്കളെ പോലെയുള്ള നപുംസകങ്ങളോട് സംസാരിക്കാൻ തന്നെ എനിക്ക് അറപ്പാണ്. അടിമകളെ മാത്രമേ കണ്ടിട്ടുള്ളൂ നിങ്ങൾ. അഭിമാനമുള്ളവരും ഒരുപാടുണ്ടാവൂ ഈ ലോകത്ത്. സ്വന്തം അന്തസ് വിറ്റ് തിന്നാത്തവർ. ഗുഡ് ബൈ.